അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 6-7 വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. കാരണം എനിക്കൊരു സ്പൈൻ സർജറി കഴിഞ്ഞ് എൻ്റെ സ്പൈനിൽ 18 സ്ക്രൂ 2 റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പം ഡൽഹിയിലാണുള്ളത്. നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പം കാണാത്തവർ അത് പോയി കണ്ടിട്ട് വരിക. കഴിഞ്ഞ വർഷം ആർച്ചറിയിൽ എൻ്റെ കൂടെ നാഷണൽ കളിക്കേണ്ടിയിരുന്ന ഒരാൾ ക്ലാസിഫിക്കേഷനിൽ ഡിസ്ക്വാളിഫൈഡ് ആയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിത്തിരി ടെൻഷനുണ്ട്. ബട്ട് ഓക്കെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പോൾ നമ്മളിപ്പം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലോട്ട്. 1 കിലോമീറ്റർ ഉണ്ട്. അപ്പം റൂമിൽ പോയിട്ട് ഇനി തിരിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് തിരിച്ച് നമുക്ക് ഇത് നടക്കുന്ന കൃതി നഗറിലാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ നമുക്ക് 4:30 എത്തണം. കാരണം 4:55 നമ്മളെ ഇത് പറഞ്ഞേക്കുന്നത്. 4:55 5:20 അത്രയേ ഉള്ളൂ സമയം. അതിനകത്ത് വെച്ച് കാര്യം കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം റൂമിലെത്തിയിട്ടാണ്. ഞങ്ങളുടെ റൂമിലെത്തി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫുഡ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാനുള്ള പരിപാടി. ഫുഡ് കഴിച്ചിട്ട് 2:30 ആകുമ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കും. ഒരുപാട് ദൂരമൊന്നുമില്ല. ഇവിടെ നിന്ന് 16 കിലോമീറ്ററാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം 2:30 കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്ത് ഏകദേശം 2 മണിക്കൂറായി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു ഓംപ്ലേറ്റും 2 സാൻഡ്വിച്ചും വന്നത്. ഞങ്ങൾ ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയണ്ട. പറ്റില്ലെന്നാണ് തോന്നുന്നത്. അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കാണിച്ചില്ല. നമ്മളിപ്പോൾ വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഇവിടെ നിന്ന് ഷൂട്ടിങ്ങിൽ ബിഗിനറാണ്. My coach, my training coach. Oh, shooting. Shooting pistol, 25 meter or 10 meter. ഒരാളെ കൂടെ പരിചയപ്പെടുത്തരാം. Hello. ഇവരൊക്കെ ഇവിടെ ക്ലാസിഫിക്കേഷന് വേണ്ടി വന്നവരാണ്. ഷൂട്ടിങ്ങിൽ റൈഫിളോ പിസ്റ്റൾ 10 meter പിസ്റ്റൾ. അപ്പം അതിനകത്ത് വെച്ച് എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈ കണ്ട ആളുകളില്ലേ, ഇവരെ എല്ലാവരും ആക്ച്വലി ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റ് മത്സരിക്കാൻ പോകുന്നവരാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ മത്സരത്തിൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ. ബാക്കി നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഞാൻ എലിജിബിളായി ഗൈസ്. എലിജിബിളായി. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ റൂമിൽ പോയിട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഓക്കെ ഗൈസ്, ഇതിവിടെ ഫേൺസ് ആൻഡ് പെറ്റൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. നമ്മൾ ഈ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാണ്. ഈ സാധനത്തിന് ഇത് മനസ്സിലായ പീസ് ലില്ലിയാണ്. ഇത് പോട്ടിന് 1000 രൂപ വരെ ഉണ്ട് ഇവിടെ. അത് പിന്നെ ഇവിടെ ഒരു പാണ്ടയുണ്ട് കണ്ടോ ഗൈസ്. റൂമിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ക്ഷീണമായിരുന്നു. കിടന്നൊക്കെ ഉറങ്ങി. ട്രെയിനിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ട്രെയിനിൽ ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഒരു സെക്കൻഡ് ക്ലാസ് AC ആണ്. അപ്പം എല്ലാവരും ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും സെക്കൻഡ് ക്ലാസ് AC എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതാണ് വീഡിയോ ഒന്നും എടുത്തില്ല. 6 മണിക്ക് 6:10 ആകുമ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് എത്തും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ പബ്ലിക് ഓഫീസിലാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ അച്ഛനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. അച്ഛൻ നേരെ വന്ന് ഓഫീസിൽ കയറി ഡൽഹിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട്. മഴ വരുന്നുണ്ട്. വീട്ടിലത്ത് വന്നു. കാണിച്ച് നീ എന്തിനു വിചാരിച്ചടാ ഞാൻ വെടിവെട്ടി ചത്തോയെന്നാ? അയ്യോ, വണ്ടി ചെക്ക് ചെയ്യാണ്. വണ്ടി കംപ്ലീറ്റ് ഇനി ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്നെയൊക്കെ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.
ഡാ കേറ് കേറ് പോവാ. സമയമില്ലാത്ത സമയാ, വേഗം ആയിക്കോട്ടെ. ഓക്കെ അവിടെ ഇരി. നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാണ് ഗൈസ്. ആ പിടിച്ചിരുന്നോണം. ആ സ്ഥലമത്തി ഇറങ്ങി സ്ഥലം എവിടെ പോയി? ഹൈ അടുത്തയാള് ഈ സീന അറിയാമല്ലോ. ഇതും നമ്മളവിടുത്തെ ഒരു പെറ്റാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ ഗൈസ്. ഫ്രഷ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റെസ്റ്റ് എടുക്കാൻ ഒരു അല്പം കൂടിപ്പോയി 2 ദിവസമായി. അപ്പം ഇതാണ് സംഭവം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ദിവസം ടോട്ടൽ 4 ദിവസം ട്രാവൽ ചെയ്തായിരുന്നു. ഇത്രയും പാടുപെട്ടൊക്കെ പോയത്. സാധനം കിട്ടി. എന്താ ഗൈസ്, പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഈ പാരാലിമ്പിയൻസ് ഉണ്ടല്ലോ, ദേ ആർ ഓൾസോ നോൺ ആസ് സൂപ്പർ ഹ്യൂമൻസ് ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ഐ എം ഓൾസോ വൺ ഓഫ് ദം. ഞാൻ വളരെ അഭിമാനത്തോടെ അത് പറയും ഗൈസ്. കാര്യം ഞാൻ ആ ഒരു പേരിൽ എനിക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 6-7 വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. കാരണം എനിക്കൊരു സ്പൈൻ സർജറി കഴിഞ്ഞ് എൻ്റെ സ്പൈനിൽ 18 സ്ക്രൂ 2 റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് എനിക്ക് എല്ലാം ഇങ്ങനെ ലോസ് ആയ ഒരു ടൈമുണ്ട്. എൻ്റെ ഡ്രോയിങ്, ഹാൻഡ് റൈറ്റിങ് എല്ലാം, പഠിത്തം എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ ഞാൻ എല്ലാം തിരിച്ചു പിടിച്ച് കയറി വന്നതാണ് ഇവിടം വരെ. അപ്പം അന്ന് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ വെച്ചെടുത്തൊരു തീരുമാനമാണ് സ്പോർട്സിൽ ഇറങ്ങണമെന്നുള്ളത്. ഞാൻ ഈ ഗെയിമിൽ ഇറങ്ങി കഴിഞ്ഞ നാഷണൽസ് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷൂട്ടിങ് ട്രൈ ചെയ്യാൻ പോകുന്നു. പിന്നെ MMA ഉണ്ട്. MMA കുറിച്ച് ഞാൻ വേറെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ കഥകളും ഞാൻ പറഞ്ഞു തരാം. അപ്പം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ആൻഡ് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.